ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എൻ്റെ അമ്മമ്മയുടെ മുന്തിരി ചെടികൾ കാണാം. നമ്മുടെ വീട്ടിൽ ഒരു മുന്തിരി ഉണ്ടായി കാണുമ്പോൾ നമുക്ക് നല്ല സന്തോഷമാണല്ലോ. ഇത് എല്ലാവർക്കും ഈസിയായി വളർത്തുവാൻ പറ്റുന്നതാണ്. പച്ചക്കറി കൃഷി ചെയ്യുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നില്ല. മുന്തിരി നമ്മുടെ കാലാവസ്ഥയിലും നന്നായി ഉണ്ടാകുമെന്ന് മനസ്സിലായി. മുന്തിരിച്ചെടി വാങ്ങുമ്പോൾ നല്ല ആരോഗ്യമുള്ള ചെടിയാവണം. പിന്നെ നല്ല വെയിലുള്ള സ്ഥലത്ത് പടർത്തണം. ഞങ്ങളിത് താഴെ തറയിലാണ് വെച്ചിരിക്കുന്നത്. ഞങ്ങളത് താഴെ തറയിലാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ടെറസിൻ്റെ മുകളിലേക്ക് കയറ്റി അവിടെ ചെറിയൊരു ഭാഗത്ത് പന്തലിട്ട് അതിൽ പടർത്തിയിരിക്കുകയാണ്. ചെടികൾ വെച്ചു. അതിൽ ഒന്ന് കയറി. 2 ചെടികൾ വെച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് കയറി മുകളിലേക്ക് എത്തിയിട്ടേ ഉള്ളൂ. ഒരു ചെടി വേഗത്തിൽ വളർന്നു. അതിലാണ് ഇപ്പോൾ ഉണ്ടാവുന്നത്. നിറയെ മുന്തിരിക്കൊലകൾ ഉണ്ടായിട്ടുണ്ട്. ഒരു 10-12 കൊലകൾ ചെറുതും വലുതുമായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. മഴക്കാലമായതുകൊണ്ട് പിന്നെ കുറച്ച് എന്നാലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഈ മുന്തിരിച്ചെടി വെച്ചിട്ട് 1 വർഷമേ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും നല്ലോണം കായ്ക്കാൻ തുടങ്ങി. നിറയെ മുന്തിരി ഉണ്ടാവാൻ തുടങ്ങി. മുന്തിരിവള്ളി വളരുമ്പോൾ അതിൽ നിറയെ ശാഖകൾ ഉണ്ടാകും. അതെല്ലാം വെട്ടിമാറ്റി ഒറ്റ വള്ളിയായി മുകളിലേക്ക് കയറ്റണം. പന്തലിൽ കയറി കഴിഞ്ഞാൽ 2 വള്ളിയായി പടർത്താം. പിന്നെ അതിൽ നിറയെ ശാഖകൾ ഉണ്ടാവും. അതിൽ പെൻസിൽ വണ്ണമുള്ള ശിഖരങ്ങളെല്ലാം 2-3 കമ്പ് വെച്ച് പ്രൂൺ ചെയ്യണം. പിന്നെ അതിൽ നിന്ന് നിറയെ തളിര് വരും. അതിൽ നിറയെ താഴെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇറച്ചി കഴുകിയ ആദ്യത്തെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുന്തിരിച്ചെടിയിലെ മുന്തിരിയൊക്കെ കണ്ടുവല്ലോ. അപ്പോൾ നമുക്കിത് പാകമായ മുന്തിരി പറിച്ചെടുക്കാം. കുറേ മുന്തിരിയെല്ലാം ഞങ്ങൾ പറിച്ചെടുത്തു. ഇനി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്.
അമ്മമ്മയുടെ മുന്തിരി വീഡിയോ കണ്ടില്ലേ? എല്ലാവരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബും പിന്നെ ഷെയറും ചെയ്യണേ.